ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു വാർത്ത. രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന 140 കോടി ജനങ്ങളുടെ അഭിമാനമായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സ്വന്തം നാട്ടിൽ കുടിക്കാനായി ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ മമതാ ബാനർജിയുടെ സർക്കാരിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു സാധാരണ പ്രോട്ടോകോൾ ലംഘനമല്ല. ഇതൊരു സംസ്ഥാന സർക്കാർ രാജ്യത്തിന്റെ ഭരണഘടനാ തലവനോട് കാണിച്ച ക്രൂരമായ രാഷ്ട്രീയ പകപോക്കലാണ്. സിലിഗുരിയിലെ മണ്ണിൽ കാലുകുത്തിയ രാഷ്ട്രപതിക്ക് നേരിടേണ്ടി വന്നത് കിലോമീറ്ററുകളോളം നീളുന്ന മാലിന്യ കൂമ്പാരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വിശ്രമ മുറികളുമാണ്. എന്തുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വരാതിരുന്നത്? എന്തുകൊണ്ടാണ് പരിപാടിയുടെ വേദി അവസാന നിമിഷം മാറ്റിയത്? എന്റെ അനിയത്തിയെ പോലെയാണ് മമത എന്ന് രാഷ്ട്രപതി പറയുമ്പോഴും ആ മമത കാട്ടിയത് കൊടും ചതിയും അപമാനവുമല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രംഗത്തിറങ്ങി ഇത് ലജ്ജാകരമെന്ന് ആഞ്ഞടിക്കുമ്പോൾ ബംഗാൾ രാഷ്ട്രീയം ഒരു അഗ്നിപർവ്വതമായി മാറുകയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരയെ അപമാനിച്ച ആ കറുത്ത ദിനത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് പോകാം. 2026 മാർച്ച് 7 ബംഗാളിലെ സിലിഗുരി 9ാമത് അന്താരാഷ്ട്ര ആദിവാസി സാന്താൾ സമ്മേളനം. ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നും പോരാടി രാജ്യത്തിന്റെ നെറുകയിലെത്തിയ ദ്രൗപദി മുർമുവിന് ആ ചടങ്ങ് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ അവിടെ അവരെ സ്വീകരിച്ചത് അങ്ങേയറ്റം ദയനീയമായ സാഹചര്യങ്ങളാണ്. ഒരു രാഷ്ട്രപതി ഒരു സംസ്ഥാനത്ത് എത്തുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകൾ പോലും ഇല്ലാതെയാണ് തൃണമൂൽ സർക്കാർ പെരുമാറിയത്. സാധാരണയായി രാഷ്ട്രപതി വരുമ്പോൾ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയോ ഗവർണറോ ചീഫ് സെക്രട്ടറിയോ സ്വീകരിക്കാനായി എത്തണം. എന്നാൽ ഇവിടെ ആരുമില്ല. ഗവർണർ മാറിയത് കൊണ്ട് അദ്ദേഹത്തിന് എത്താനായില്ല എന്ന് ന്യായം പറയാം. പക്ഷേ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? ബംഗാളിന്റെ ഭരണതലപ്പത്തുള്ളവർ എന്തിനാണ് രാഷ്ട്രപതിയെ ഭയപ്പെടുന്നത്? അതോ ഇത് ബോധപൂർവമായ അവഗണനയാണോ? പരിപാടിയുടെ വേദി മാറ്റിയതിലൂടെ തന്നെ ഗൂഢാലോചന തുടങ്ങിയിരുന്നു. ആളുകൾക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്നൊരിടത്തു നിന്നും എത്തിപ്പെടാൻ പ്രയാസമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് വേദി മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? ആദിവാസി ജനത തങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതിയെ കാണാനായി എത്തുന്നത് തടയാനായി മമതാ സർക്കാർ ആവോളം ശ്രമിച്ചു. ഈ സംശയം ഫലപ്പെടുകയാണ്. വേദിയിൽ രാഷ്ട്രപതി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാം. ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ഗോത്രവർഗക്കാരുടെ ക്ഷേമം വേണ്ട എന്നതുകൊണ്ടാകും അവരെ ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞത്. ഒരു രാഷ്ട്രപതിക്ക് പരസ്യമായി ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. സിലിഗുരിയിലെ കത്തുന്ന വെയിലിൽ ആദിവാസി ജനതയെ വലച്ച സർക്കാർ രാഷ്ട്രപതിയെയും വെറുതെ വിട്ടില്ല. ഇതൊരു തമാശയല്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടാൽ ഏതൊരു ഭാരതീയനും നാണക്കേട് തോന്നും. അടിസ്ഥാന സൗകര്യം, രാഷ്ട്രപതിക്കായി ഒരുക്കിയ വിശ്രമ മുറിയിൽ വെള്ളം പോലും ഇല്ലായിരുന്നു. ഭാരതത്തിന്റെ രാഷ്ട്രപതിക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സൗകര്യം നൽകാത്തൊരു സർക്കാർ ആധുനിക ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. 2 മാലിന്യ കൂമ്പാരങ്ങൾ. രാഷ്ട്രപതി സഞ്ചരിക്കുന്ന റോഡുകളിൽ ടൺ കണക്കിന് മാലിന്യം കുന്നുകൂടി കിടക്കുകയായിരുന്നു. ഒരു അതിഥി വരുമ്പോൾ വീട് വൃത്തിയാക്കുന്ന മര്യാദ പോലും മമതയുടെ ഭരണകൂടം കാണിച്ചില്ല. ഉദ്യോഗസ്ഥരുടെ വീഴ്ച നോക്കുമ്പോൾ ഡാർജിലിംഗ് ജില്ലാ മജിസ്ട്രേറ്റിനും സിലിഗുരി പോലീസ് കമ്മീഷണർക്കും മാത്രമായിരുന്നു ഇതിന്റെ ചുമതല നൽകിയത്. മുതിർന്ന ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ഇതൊക്കെ കാണിക്കുന്നത് ഭരണപരമായ പാളിച്ചയല്ല, മറിച്ച് രാഷ്ട്രപതിയെ താഴെ തട്ടിൽ അപമാനിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ മൗനം പാലിച്ചിട്ടില്ല. ഡൽഹി മെട്രോയുടെ പുതിയ ലൈൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗം തൃണമൂൽ കോട്ടകളെ വിറപ്പിക്കുന്നതായിരുന്നു. മോദി ആഞ്ഞടിച്ചു. ഒരു ഗോത്രവർഗ വനിത രാഷ്ട്രപതിയായത് തൃണമൂൽ കോൺഗ്രസിന് സഹിക്കുന്നില്ല. അവർ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി പദവി രാഷ്ട്രീയത്തിന് അതീതമാണ്. ദ്രൗപദി മുർമുജിക്ക് ഉണ്ടായ വേദന ഇന്ത്യയിലെ ഓരോ പൗരന്റെയും വേദനയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലും മോദി കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ആദിവാസി സ്ത്രീയെ അനാദരിക്കുന്നതിലൂടെ ബംഗാൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ആ സമൂഹത്തെ മുഴുവനാണ് എന്ന് മോദി അക്കമിട്ട് നിരത്തി. ആരോപണങ്ങൾ കടുക്കുമ്പോൾ മമതാ ബാനർജി നൽകുന്ന മറുപടി അങ്ങേയറ്റം ബാലിശമാണ്. ലൈനപ്പിൽ എന്റെ പേരില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ സംസ്ഥാനത്ത് വരുന്ന രാഷ്ട്രപതിയെ കാണാൻ ലൈനപ്പ് നോക്കേണ്ട കാര്യമുണ്ടോ? പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയാണ് രാഷ്ട്രപതിയെ വരവേൽക്കേണ്ടത്. മാത്രമല്ല, ഇതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്ന മമതയോട് ഒരൊറ്റ ചോദ്യം: രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയാണ് വെറും സ്വകാര്യമാകുന്നത്? സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ആ ചടങ്ങ് നടക്കുന്നത് എന്നിരിക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ബോധപൂർവമല്ലേ? ഇത് ആരെ പറ്റിക്കാനാണ് ഇവർ ഈ കള്ളങ്ങളൊക്കെ മെനയുന്നത്? 2026 മാർച്ച് 5 അഡ്വാൻസ് ടീം പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അത് പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തിനാണ് മമത രാഷ്ട്രപതിയെ ഇങ്ങനെ അവഗണിക്കുന്നത്? അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം മാത്രമാണുള്ളത്.
ബംഗാളിലെ ജംഗിൾ മഹൽ മേഖലയിലും വടക്കൻ ബംഗാളിലും ആദിവാസി വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുന്നത് മമതയെ ഭയപ്പെടുത്തുന്നു. ദ്രൗപദി മുർമുവിനെ പോലെ ഒരു ജനകീയയായ രാഷ്ട്രപതി ബംഗാളിലെ ആദിവാസികൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം തകർക്കുക എന്നതായിരുന്നു മമതയുടെ ലക്ഷ്യം. എന്നാൽ ഈ നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ആദിവാസി സമൂഹത്തെ അപമാനിച്ച മമതാ സർക്കാരിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്തായാലും മറുപടി നൽകും. BJP ഈ വിഷയം ഓരോ ഗ്രാമത്തിലും എത്തിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ മകളെ അപമാനിച്ചവർക്ക് മാപ്പില്ല എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ബംഗാളിൽ മുഴങ്ങുന്നത്. തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഈ വിഷയത്തെ കേന്ദ്ര ഏജൻസികളുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. ബംഗാളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ചോദിക്കട്ടെ, രാഷ്ട്രപതിക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തതിനും റോഡിലെ മാലിന്യം നീക്കാത്തതിനും കേന്ദ്ര ഏജൻസികളാണോ ഉത്തരവാദി? തങ്ങളുടെ ഭരണ പരാജയത്തെ രാഷ്ട്രീയ വേട്ടയാടലായി ചിത്രീകരിച്ച് രക്ഷപ്പെടാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു പാർട്ടിക്ക് ജനാധിപത്യത്തിൽ തുടരാൻ അർഹതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സിലിഗുരിയിൽ നടന്നത് കേവലം ഒരു തർക്കമല്ല, അത് അധികാര മതം തലയ്ക്ക് പിടിച്ച ഒരു ഭരണകൂടം രാജ്യത്തിന്റെ പ്രഥമ പൗരയോട് കാണിച്ച നീതികേടാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നൊരാൾ ഉയർന്നു വരുന്നത് സഹിക്കാത്ത മനോഭാവമാണ് ഇതിന് പിന്നിൽ. നരേന്ദ്രമോദി സർക്കാർ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയപ്പോൾ അത് ഭാരതത്തിലെ ഓരോ അധസ്ഥിത വർഗത്തിന്റെയും വിജയമായിരുന്നു. ആ വിജയത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിക്ക് ചരിത്രം എന്തായാലും മാപ്പ് നൽകില്ല. സിലിഗുരിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് കാട്ടിയ ഈ അനാദരവ് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് പശ്ചിമ ബംഗാളിൽ ഇന്ന് നിലനിൽക്കുന്ന അരാജകത്വത്തിന്റെയും കാടൻ ഭരണത്തിന്റെയും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. ഒരിക്കൽ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും വിളനിലമായിരുന്ന ബംഗാൾ ഇന്ന് രാഷ്ട്രീയ അക്രമങ്ങളുടെയും അഴിമതിയുടെയും ഭരണഘടനാ വിരുദ്ധതയുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതിയോട് പോലും ഇത്ര നിസ്സാരമായി പെരുമാറുന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് സാധാരണക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുക? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവർ ഒരു ഗോത്രവർഗ വനിതയായി രാഷ്ട്രപതിക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിഷേധിക്കുമ്പോൾ അവിടെ ജനാധിപത്യം മരിക്കുകയാണ്. സന്ദേശ് ഗാലി മുതൽ സിലിഗുരി വരെ നമ്മൾ കണ്ടത് തൃണമൂൽ ഭരണത്തിന് കീഴിൽ ശ്വാസം മുട്ടുന്ന ബംഗാളിനെയാണ്. നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്താതെ തടഞ്ഞു വെക്കുന്നതും രാഷ്ട്രീയ എതിരാളികളെ കായികമായി നേരിടുന്നതും അവിടുത്തെ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഈ കാടൻ ഭരണശൈലിയിൽ നിന്നും ബംഗാളിനെ മോചിപ്പിക്കാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു കരുത്തുറ്റ ഭരണമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടുമ്പോൾ ബംഗാൾ മാത്രം ദശാബ്ദങ്ങൾ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? BJP ബംഗാളിൽ അധികാരത്തിൽ വരിക എന്നത് ഇന്ന് ആ സംസ്ഥാനത്തിലെ ഓരോ പൗരന്റെയും സ്വപ്നമായി മാറിക്കഴിഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്ന ഡബിൾ എഞ്ചിൻ വികസനത്തിന്റെ ഗുണഫലങ്ങൾ ബംഗാളിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്തേണ്ടതുണ്ട്. ആദിവാസി സമൂഹത്തോടും പാവപ്പെട്ടവരോടും ബഹുമാനമുള്ള, അഴിമതിയില്ലാത്ത, ക്രമസമാധാനം ഉറപ്പാക്കുന്ന ഒരു സുവർണ ബംഗാളിനെ വീണ്ടെടുക്കാനായി BJPക്ക് മാത്രമേ സാധിക്കൂ. രാഷ്ട്രപതിയെ അപമാനിച്ചതിലൂടെ മമതാ സർക്കാർ സ്വന്തം ശവക്കുഴി തോണ്ടിയിരിക്കുകയാണ്. വികസനത്തിന്റെ സൂര്യോദയത്തിനായി ബംഗാൾ കാത്തിരിക്കുകയാണ്, ദാഹിക്കുകയാണ്. അഴിമതിയുടെയും അഹങ്കാരത്തിന്റെയും ഈ ഇരുണ്ട കാലഘട്ടം അവസാനിക്കാനായി പോവുകയാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയെയും ഭരണഘടനാ മൂല്യങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ജനകീയ സർക്കാർ ബംഗാളിൽ അധികാരം ഏൽക്കുന്നതോടെ മാത്രമേ ഈ കാടൻ ഭരണം അവസാനിക്കുകയുള്ളൂ. മാറ്റത്തിനായുള്ള ആ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം. സുവർണ ബംഗാളിനായി BJPയെ തീർച്ചയായും ബംഗാളിലെ ജനത കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ മമതാ ബാനർജി കാട്ടിക്കൂട്ടിയ ഈ ഒരു ചെയ്തിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.